ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടെറർ എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നതിനെ കുറിച്ചാണ്. അതായത് നിങ്ങളൊരു മാരേജ് മെറ്റീരിയൽ ആണോ, ട്രൂലി നിങ്ങളൊരു ജെനുവിൻ പേഴ്സൺ ആണോ, അതോ നിങ്ങൾ എന്തെങ്കിലും കള്ളത്തരങ്ങൾ അവരോട് കാണിക്കുന്നുണ്ടോ, അവർക്ക് നിങ്ങളുടെ എന്തെങ്കിലും സംശയമുണ്ടോ എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നോക്കാം. നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. വിചാരിച്ചതിന് ശേഷം ഞാൻ ഇവിടെ തന്നിരിക്കുന്ന കാർഡ്സ് രണ്ടെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആ രണ്ട് കാർഡ് എന്ന് പറയുന്നത്. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്, അവരുടെ കണ്ണിൽ നിങ്ങൾ എങ്ങനെയുള്ള പാർട്ട്ണറാണ്, നിങ്ങളും ഈ നിങ്ങളെ കുറിച്ച് അവര് എന്ത് കാഴ്ചപ്പാടാണ് വെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ ആലോചിക്കുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായി തോന്നുന്ന കാർഡ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. അപ്പോൾ അതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ഫർദർമോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ്ങോ എനർജൈസ്ഡ് ക്രിസ്റ്റലോ ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഹായ് ഗായ്സ്, നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് കാർഡായിട്ടുള്ള ഹൈ പ്രീസ്റ്റസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്താണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് നമുക്ക് നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. The character highlighting in you. നിങ്ങളുടെ വ്യക്തിയാണ് എന്താണ് പാർട്ട്ണറുടെ കാഴ്ചപ്പാട്. കിങ് ഓഫ് സോർഡ്സ്, അതായത് നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ സക്സസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് വിജയിക്കണം എന്നൊരു താല്പര്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ എപ്പോഴും ഒരു അച്ചീവ്മെന്റുകളെ കുറിച്ചാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ റിവാർഡ് മേടിക്കാനാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് 10 ആൾക്കാർ നിങ്ങളെ അറിയണമെന്നും നിങ്ങളുടെ കഴിവിനെ പ്രശംസിക്കണമെന്നുമുള്ള ആഗ്രഹമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒരു ഞാനൊരു വലിയ ആളാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്റെ പേര് ഉണ്ടാക്കണമെന്ന് ഉള്ളിലൊരു ആഗ്രഹമുള്ള വ്യക്തിയാണ്. അതായത് നിങ്ങൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മറ്റൊരാളെ അറിയിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത്. വാവ്, നിങ്ങൾക്കൊരു ഗ്രേറ്റ് ക്വാളിറ്റി ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു വില കളഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും നിങ്ങൾ നിൽക്കില്ല. ഈവൻ നിങ്ങൾ അതിന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അമിതമായി അവരിൽ അഡിക്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് പോസിബിൾ ആവുക. അല്ലാതെ നിങ്ങൾ ആർക്ക് വേണ്ടിയും താഴ്ന്നു കൊടുക്കാത്ത ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ടഫ് ക്യാരക്ടർ ആണ് നിങ്ങളുടേതെന്നാണ് നിങ്ങളുടെ പ്രസന്റ്ലി ഉള്ള പാർട്ട്ണർ വിശ്വസിക്കുന്നത്. ഓക്കെ, ആൻഡ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് നേരിട്ട് അറിയാം നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയാണ്. നിങ്ങൾ അവരുടെ അടുത്ത് വളരെയധികം ലോയൽ ആണ്. നിങ്ങളുമായ ഒരു നല്ല റിലേഷൻഷിപ്പിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ അടുത്ത് വന്നാൽ അവർക്ക് ലവും ഹാപ്പിനെസ്സും കിട്ടും. റിലേഷൻഷിപ്പില് വളരെ നല്ലൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കും. നിങ്ങളും അവരുമായിട്ടുള്ള ബോണ്ടിങ് വളരെ നല്ലതാണ്. ആൻഡ് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരു മാരേജ് മെറ്റീരിയൽ ആയിട്ടാണ് കാണുന്നത്. ആൻഡ് നിങ്ങളുമായിട്ട് പുറത്ത് ഔട്ടിങ്ങിന് പോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ സെലിബ്രേഷൻ, വെഡിങ്, എൻഗേജ്മെന്റ്. ഇപ്പൊ നിങ്ങളുടെ ക്രഷ് ആണ് എങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ലവ് കാർഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളെ തികച്ചും ഒരു മാരേജ് മെറ്റീരിയൽ ആയിട്ട്, അതായത് വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരാള് തന്നെയാണ്. നിങ്ങളുമായി വിവാഹം കഴിച്ചാൽ യെസ് നല്ല ഒരു ജീവിതം ഉണ്ടാകും എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. സോ ഈ പേഴ്സണ് നിങ്ങളെ ഇഷ്ടം തന്നെയാണ് വിവാഹം കഴിക്കാൻ. നിങ്ങളുമായി ഒരു എൻഗേജ്മെന്റ് ചിലപ്പോൾ ഈ പേഴ്സണ് കഴിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുമായി വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. സോ പൈൽ നമ്പർ 1, നിങ്ങൾ വളരെയധികം ലക്കിയാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് നല്ല കാഴ്ചപ്പാടാണ്. വാട്ട് എവർ ദ സിറ്റുവേഷൻ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുമാകട്ടെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് നിങ്ങൾ വളരെ നല്ല വ്യക്തിയാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ എത്ര തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലൈഫ് എന്ന കാര്യം കൊണ്ട് പ്രഷർ വീണാലും അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ പല സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പല പല ബൗണ്ടറീസ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഷ്യൻസ്, നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ പേഷ്യൻസ്. അതിലൂടെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളെന്ന് പറയുന്നത് ഒരുമിച്ച് വർക്ക് ചെയ്താൽ നല്ല നല്ല ഗ്രോത്തിൽ എത്താൻ പറ്റുന്ന കപ്പിൾസ് ആണ് എന്നതിനകത്ത് കാണിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ പേഷ്യൻസും നിങ്ങളുടെ പാർട്ട്ണറിന്റെ എന്തൂസിയാസവും കാരണം നിങ്ങൾക്ക് പുതിയ പുതിയ ബിസിനസ് മേഖലകൾ തുടങ്ങാം, അല്ലെങ്കിൽ പുതിയ വെഞ്ചേഴ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ അത് വിജയിക്കും എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അത്രയോളം ഒരു ആത്മവിശ്വാസം, ആ ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആ പേഴ്സന്റെ ലൈഫിൽ വന്നപ്പോഴാണ് പലപ്പോഴും പല വ്യക്തികളുമായി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ തന്റെ വർക്കിലും തനിക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയത്, ഫെയിം, നെയിം ഒക്കെ ആ പേഴ്സണ് കിട്ടിയത്, അല്ലെങ്കിൽ ഞാനൊരു മൂല്യവത്തായ ഒരു വ്യക്തിയാണ് എന്ന് ആ പേഴ്സണ് തോന്നി തുടങ്ങിയത് നിങ്ങളുടെ ആ ഒരു കെയർ കിട്ടിയപ്പോഴാണ്. പല പല ആ പേഴ്സന്റെ ജീവിതത്തിലെ ടാസ്കും ആ പേഴ്സൺ അക്കംപ്ലിഷ് ചെയ്യാൻ സാധിച്ചു. ആ പേഴ്സന്റെ ജീവിതത്തിലെ ഗോൾസ് അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവർക്ക് പ്രൊമോഷൻ കിട്ടി, നല്ല ജോലി അല്ലെങ്കിൽ ജോബ് ചേഞ്ച് കിട്ടി, അല്ലെങ്കിൽ അവരുടെ പേയ്മെന്റ് ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് ബോണസ് കിട്ടി, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, അവർക്ക് സമാധാനം ഉണ്ടായി എന്നൊക്കെയാണ് ഈ പേഴ്സൺ പറയുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് എനർജിയിൽ വരുന്ന വ്യക്തിയാണ് എന്നും മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് കാർഡ്സ് കണ്ടല്ലോ, നിങ്ങൾ തന്നെ നോക്കാം. ഓക്കെ, ഏസ് ഓഫ് വാൻഡ്സ്. യെസ്, ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളാണ് അവരുടെ ലക്കി ചാം എന്ന് അവർ മനസ്സിലാക്കുന്നു. അവർ ഈ ഒരു കിങ് ഓഫ് പെന്റിക്കിൾ സ്റ്റേജിൽ നിങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എപ്പോഴൊക്കെയോ നല്ല ഇൻവെസ്റ്റ്മെന്റുകൾ നിങ്ങളിൽ ചെയ്തത് കൊണ്ടാണ്. അതായത് ആ വ്യക്തിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല സമയങ്ങൾ നിങ്ങളുമായി സ്പെൻഡ് ചെയ്തത് കൊണ്ട് അതിന്റെ റിട്ടേൺ ആണ് ആ വ്യക്തിക്ക് ഇപ്പൊ കിട്ടുന്നത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പല പല സാമ്പത്തിക പ്രശ്നങ്ങളും നിങ്ങൾ കാരണം മാറ്റാൻ സാധിച്ചു എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ഡെബിറ്റ്സും ക്ലിയർ ചെയ്യാൻ പറ്റി. എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ ഫിനാൻസ് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നത് എന്ന് വരെ നിങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ എന്റെ അഭിപ്രായത്തിൽ സെക്കിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ മാനസികാവസ്ഥ അവരെ ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഒത്തിരി ടെൻസ്ഡ് ആകാതിരിക്കാനും അതുപോലെ അവരുടെ ഹെൽത്തിനെ അവർ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞാലും നിങ്ങൾ അവരെ കുറിച്ച് ആലോചിക്കുന്നതായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടു കൊടുക്കുന്നതായിട്ടുമാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ ഒരു കിങ്ങിന്റെ സ്ഥാനത്ത് ഇന്നിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും ഒക്കെ അച്ചീവ് ആയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ കാരണമാണ് അത് പോസിബിൾ ആയത് എന്ന് ഈ വ്യക്തി തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. സോ ഓവറോൾ നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതം ബിൽഡ് ചെയ്ത ഒരാളാണ് എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. വാവ്, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് എനർജിയിൽ വരികയും നിങ്ങൾ വിവാഹം, പ്രപ്പോസൽ, എൻഗേജ്മെന്റ്, വെഡിങ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കാൻ സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ എന്നുമാണ് കാണുന്നത്. ബിക്കോസ് നിങ്ങളുടെ പേഴ്സൺ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഇനി നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് കാർഡ്സും കൂടി എടുക്കാം. യെസ്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമോ അല്ലെങ്കിൽ വഴക്കോ ഉണ്ടായിട്ടുണ്ട്, കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ അംഗീകരിക്കുന്നു അത് എന്റെ തെറ്റ് തന്നെയാണ് എന്ന്. ശരിയാണ്, പലപ്പോഴും നിങ്ങൾക്ക് സമയം തരാൻ ഈ പേഴ്സണ് സാധിച്ചിരുന്നില്ല. അതായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്ത തെറ്റെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ പേഴ്സണ് പക്ഷെ ഒരിക്കലും നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനോ നിങ്ങളുടെ അടുത്ത് നിന്ന് ദൂരെ മാറി നിൽക്കാനോ സാധിക്കില്ല. ശരിയാണ്, ഈ പേഴ്സണ് ഈ ഒരു കണക്ഷനില് കുറച്ചുകൂടെ സമയം വേണം. ഈ ഒരു കണക്ഷൻ, അതായത് സത്യത്തിൽ ഈ ഒരു കണക്ഷൻ എത്രത്തോളം ആ വ്യക്തിക്ക് വേണം, നിങ്ങൾ എത്രത്തോളം അവർക്ക് ഡിയറസ്റ്റ് ആണ് എന്നവർക്ക് മനസ്സിലാക്കാൻ ഇനിയും സമയം വേണം എന്ന് അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് വളരെ പോസിറ്റീവ് അപ്രോച്ച് ആണ്. യെസ്, ഈ പേഴ്സൺ താമസിയാതെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഐ ആം ഒബ്സസ്ഡ് വിത്ത് യു, ഐ കനോട്ട് ലിവ് വിതൗട്ട് യു. ഓക്കെ, ഈ പേഴ്സൺ എന്തായാലും നിങ്ങളുമായി അവര് വളരെയധികം അഡിക്റ്റഡ് ആണ്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഓവറോൾ എനർജിയും വളരെ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ ചിന്തകളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. ഏസ് ഓഫ് വാൻഡ്സ്, അവരുടെ ചിന്തകളിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിബിൾ ആണ് എന്ന് കാണുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, കാർമിക് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോ നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന ആ ഒരു കാര്യത്തിൽ വിഷമിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അവരെ മറന്നുപോയോ, നിങ്ങൾ അവരെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആണോ എന്നതിനെ കുറിച്ച് ഈ പേഴ്സൺ തിങ്ക് ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ കണക്ഷൻ നല്ലൊരു വൈബ്രേഷനിലേക്കാണ് പോകുന്നത്. കാർമിക് കണക്ഷൻ അല്ല, ഞാൻ പോസിറ്റീവ് ട്വിൻ ഫ്ലെയിം കണക്ഷനെ കുറിച്ചാണ് സംസാരിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു പൈലാണ് സെലക്ട് ചെയ്തത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റെസൊണേറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൈൽ നിങ്ങൾക്ക് വളരെയധികം റെസൊണേറ്റ് ആകും. ഈ ഒരു പൈലാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങളുടെ കണക്ഷന്റെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആണ്. ബിക്കോസ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട്. ലവ് ആൻഡ് ഹാപ്പിനെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. കമ്മിറ്റ്മെന്റും ബോണ്ടിങ്ങും ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെലിബ്രേഷൻ, വെഡിങ്, എൻഗേജ്മെന്റ്, പ്രപ്പോസൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനകത്ത് വരാനുണ്ട്. ആൻഡ് ഒത്തിരി പ്രഷർ പുറമേ നിന്നുണ്ടെങ്കിലും സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ട് എങ്കിലും അത് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം, നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളും കുറെ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കൈൻഡ് ഓഫ് തീവ്രത നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. നിങ്ങൾ എത്രത്തോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച്ഡ് ആണ്, കോമ്പാറ്റബിൾ ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ റിയലൈസ് ആകുമെന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. ഇതൊരാൾ സജസ്റ്റ് ചെയ്ത ടോപ്പിക് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്കും ഇതുപോലെ ടോപ്പിക്സ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ആയിട്ട് കാണാമെന്നായിരിക്കും. ബൈ. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ ജഡ്ജ്മെന്റ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്ത എന്താണ്, നിങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. ഓക്കെ, കുറച്ച് കാർഡ്സ് താഴെ വീണു, നമുക്ക് അതെടുക്കാം. ആദ്യമായിട്ട് കിട്ടിയത് ക്യൂൻ ഓഫ് കപ്സ്, ഓക്കെ, പേജ് ഓഫ് പെന്റിക്കിൾസ്, ദ ഫൂൾ കാർഡ്, 3 ഓഫ് കപ്സ്, സ്റ്റാർ, വാവ്, എംപ്രസ്, ഹാങ്ഡ് മാൻ. ഓക്കെ, കാർഡ്സ് വിഷ്വലൈസ് ആകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വേണമെന്നുള്ള എല്ലാ കാർഡ്സും വീണ് കഴിഞ്ഞു. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂൺ കാർഡാണ്, അതും കൂടി വെക്കാം. അപ്പൊ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വലിയൊരു കഥയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഒത്തിരി കഥ പറയാനുണ്ട് എന്നതാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒത്തിരി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് പലപ്പോഴും ഇതിനകത്ത് ടേക്ക് കൺട്രോൾ എടുക്കേണ്ട സമയത്ത് ആ പേഴ്സൺ കൺട്രോൾ എടുത്തില്ല, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആ ഒരു വ്യക്തി ആക്ഷൻ എടുത്തില്ല. പലപ്പോഴും ആ പേഴ്സൺ ഹാങ്ഡ് മാൻ എനർജി, അതായത് സ്റ്റക്ക് ആൻഡ് സ്റ്റാഗ്നന്റ് എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ബോൾഡ്നെസ് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്റെ ഇടം കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും പോസിറ്റിവിറ്റിയിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എപ്പോഴാണോ നിങ്ങൾ പിന്നോട്ട് വലിഞ്ഞത്, അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ മനസ്സുകൊണ്ട് ഇത് മടുപ്പാണ്, അല്ലെങ്കിൽ ഇതിന് പ്രയത്നിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതോ, അപ്പോഴാണ് ഇതിൽ നിന്ന് ഡിറ്റാച്ച്മെന്റ് വന്നു തുടങ്ങിയത് എന്നതാണ് ആ പേഴ്സൺ വിശ്വസിക്കുന്നത്. അതായത് നിങ്ങളാണ് ആ പേഴ്സണെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത്, നിങ്ങളായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്തിരുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്തിരുന്നത് നിങ്ങളായിരുന്നു എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. എപ്പോഴാണോ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് കുറഞ്ഞപ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയത്, അല്ലെങ്കിൽ മാറിപ്പോയത് എന്നതാണ്. അതായത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പോകണം, അവിടെ പോകണം, അത് പോകണം, ഇത് പോകണം എന്ന കൈൻഡ് ഓഫ് നിങ്ങളുടെ ഫ്രീഡം എന്ത് ചെയ്യേ എന്ന് ചോദിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട്, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ചെയ്യാം, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ എന്ന് നിങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്തും ചെയ്യാം, പക്ഷെ നിങ്ങൾക്കൊന്നും ചെയ്തുകൂടാ കൈൻഡ് ഓഫ് അവസ്ഥയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. ഇവർ അങ്ങനെയല്ല നിങ്ങളുടെ അവസ്ഥകൾ, നമുക്ക് ബാക്കി റീഡ് ചെയ്ത് വരാം. പക്ഷെ ഇങ്ങനെയാണ് അവസ്ഥകൾ, നിങ്ങൾക്ക് ഫർദർ മോർ കുറച്ചും കൂടി നല്ല രീതിയിൽ റെസൊണേറ്റ് ആകും. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇമോഷൻസ് നിങ്ങളുടെ മനസ്സിൽ കടലോളമുണ്ട്, പക്ഷെ നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നുകിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമോഷൻ പറഞ്ഞാല് നിങ്ങളത് ഭയങ്കര പാനിക്കായിട്ട് എടുക്കും. ഓ നീ അങ്ങനെ ചെയ്തല്ലേ, നീ ഇങ്ങനെ ചെയ്തല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അപ്പൊ യു ആർ ചീറ്റിംഗ് മീ, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ
ഒത്തിരി അങ്ങോട്ട് എക്സ്പ്രസീവ് ആയിട്ട് ഫീലിങ്സിനെ എടുക്കുമെന്ന് ഈ പേഴ്സൺ വളരെയധികം പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ തന്നെ മനഃപൂർവ്വം പല കാര്യങ്ങളും അൺക്ലിയർ ആയിട്ട് വെച്ചു. ആൻഡ് ഈവൻ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പലതും പിടിച്ചു ഈ പേഴ്സൺ നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കളത്തരം കാണിക്കുന്നുണ്ട്, പൂർണ്ണമായും ലോയൽ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ പിടിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ പേഴ്സൺ തികച്ചും കംഫർട്ടബിൾ അല്ല, നമ്മളടുത്ത് സത്യം പറയുന്നില്ല, ഈ ഉരുണ്ട് കളിക്കുന്ന ഒരു പരിപാടിയാണ് കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു കണക്ഷനിൽ എന്റെ അഭിപ്രായത്തിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്നത് തന്നെയാണ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ അയാൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അയാള് ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ഹി ഓർ ഷീ ഫോക്കസ് ചെയ്യണം, ഇതൊരു പുതിയ സ്റ്റാർട്ടിംഗ് ആയിട്ട് തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ നിങ്ങളെ പ്ലീസ് ചെയ്യുന്നുണ്ട്, ഹി ഓർ ഷീ അവർ നിങ്ങളെ പ്ലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ട് അയാൾ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ നിങ്ങളുടെ ആ ഒരു ലവ് എനർജിന്റെ സ്പാർക്ക് നഷ്ടമായതുപോലെയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. നിങ്ങൾ ആദ്യം തുടക്കത്തിൽ വളരെയധികം ആക്റ്റീവ് ആയിരുന്നു, നമ്മുടെ ഫുൾ എനർജി പോലെ അഡ്വഞ്ചറസ് ആയിരുന്നു, നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമായിരുന്നു, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. പക്ഷെ പതിയെ ഈ പേഴ്സൺ ട്രസ്റ്റ് വർത്ത് അല്ല എന്നൊരു സംശയ രോഗം നിങ്ങൾക്ക് പിടിപെട്ടിട്ടുള്ളതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അല്ലെങ്കിൽ മേ ബി ഈ പേഴ്സൺ കാണിച്ചിട്ടുള്ള പല പ്രവൃത്തി കാരണം നിങ്ങൾക്ക് ആ ഒരു സംശയമായിട്ടുള്ള ഒരു രോഗമല്ല, ചിലപ്പോൾ സത്യമായിരിക്കും. അപ്പൊ അത് വന്നിട്ടുണ്ട് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. ഞാൻ ഒരു പേഴ്സന്റെ പെർസ്പെക്ടീവ് നിന്നാണ് പറയുന്നത് കേട്ടോ, അല്ല നിങ്ങളെ കുറിച്ച് ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നതല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രത്തോളം ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. പലപ്പോഴും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇനി ഡിറ്റാച്ച് ആകണം എന്ന രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന കാറ്റഗറിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ആൻഡ് ഈവൻ നിങ്ങൾക്കത് കാർമികം വിഷമവുമാണ് നൽകുന്നതെങ്കിൽ ഇറ്റ്സ് ബെറ്റർ വെറുതെ ഒരു ടീം ലീഡർ ആയിട്ട് നിന്നിട്ട് ഒരാളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതിനേക്കാൾ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവുക. ബിക്കോസ് ഇതിനകത്ത് നിങ്ങൾ ശ്രമിച്ചാൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്നല്ലാണ്ട് അപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് ഇതൊക്കെ സ്റ്റെബിലിറ്റിയോ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. വാട്ടെവർ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണോ, നിങ്ങൾ ബിൽഡ് ചെയ്യൂ. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത്. അതുപോലെ പലപ്പോഴും ഈ പേഴ്സൺ കാരണം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പ്രവൃത്തി കാരണം ഇതിനകത്ത് കോൺഫ്ലിക്ട് വന്നിട്ടും നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന ഒരു അവസ്ഥ ഇതിനകത്ത് കാണുന്നുണ്ട്. സോ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്ന വെച്ചാല് വാട്ടെവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ സംഭവിച്ചത് അത് മുഴുവൻ റെസ്പോൺസിബിൾ നിങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് നല്ലതാവാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളാണ് ക്ലാരിറ്റി കൊടുക്കാത്തത്, നിങ്ങൾ ആ പേഴ്സണെ കെയർ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഫ്രീഡം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, ദാറ്റ് കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ അൺക്ലിയർ ആയി പോയത്, അല്ലെങ്കിൽ ഇങ്ങനെ മൂടി മറിഞ്ഞു പോയത് എന്ന ആ ഒരു രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ആൻഡ് ഈവൻ ഈ ഒരു ഇത് കാരണം ആ പേഴ്സണ് പലപ്പോഴും തന്റെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും സ്ട്രെസ്ഫുൾ ആയി പോകുന്നുണ്ട്, മൊത്തമായി റിക്കവർ ആകുന്നില്ല, ഇതിനകത്തൊരു പീസ് കിട്ടുന്നില്ല എന്ന കൈൻഡ് ഓഫ് രീതിയിൽ ഇതിനകത്ത് കാണിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ പേഴ്സന്റെ തോട്ട് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകിൽ തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് അവരുടെ ജീവിത സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്വഭാവം ആ പേഴ്സണ് നെഗറ്റീവ് സൈഡായി തോന്നിയിട്ട് ഡിറ്റാച്ച് ആയി നിൽക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇപ്പൊ വാട്ടെവർ നിങ്ങളുടെ സിറ്റുവേഷൻ, ഈ ഒരു പേഴ്സൺ ഡിറ്റാച്ച് ആയി നിൽക്കണം എന്നതാണ് ആഗ്രഹിക്കുന്നത് ബിക്കോസ് ഓഫ് ഞാൻ ഈ പറഞ്ഞ റീസൺസ്. ഓക്കെ, ഇൻജോയ്സ് പ്ലീസ് ഗൈഡസ്. ഇനി നമുക്ക് ഡയറക്റ്റ് മെസ്സേജും കൂടി എടുത്ത് നോക്കാം, കുറച്ചും കൂടി ക്ലിയർ ആവട്ടെ. വൈ കാൺട്ട് യു കൺഫസ് യുവർ ലവ്? ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് നിന്നാണ് എഫേർട്ട് വേണ്ടത്. നിങ്ങൾ എഫേർട്ട് എടുത്തില്ല എന്ന കംപ്ലൈന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഐ ക്യാൻ ഫീൽ യുവർ എനർജി. യെസ്, അവർക്കറിയാം നിങ്ങൾ വളരെയധികം എനർജറ്റിക് ആണ്, നിങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്. പക്ഷെ ഈ പേഴ്സൺ കൈയും കെട്ടി നോക്കിയിരുന്നത് നിങ്ങളോട് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യോ, നീ അല്ലേ ചെയ്യേണ്ടത്, ഞാനാണോ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്തത്, നീ എപ്പോഴും എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഐ വാണ്ട് ടു റീച്ച് യു ബട്ട് ഐ ആം അഫ്രൈഡ്. യെസ്, ഈ ഒരു പേഴ്സണ് വേണം, താല്പര്യമുണ്ട്, ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ്, എനിക്ക് പറ്റില്ല, ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷനിലാണ്, അല്ലെങ്കിൽ ഞാൻ മാറി നിൽക്കുക, അങ്ങനത്തെ ഒരു രീതിയാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, യെസ്, യു ആർ മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വിഷ്. യെസ്,
നൗ ഇറ്റ്സ് നോട്ട് ദ ടൈം. അതായത് നിങ്ങൾക്ക് മധുരിക്കുന്ന വാക്കുകൾ ഈ പേഴ്സൺ പറയാൻ തയ്യാറാണ്, പക്ഷെ നിങ്ങൾ അതും എക്സ്പെക്ട് ചെയ്ത് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇപ്പൊ സമയമായിട്ടില്ല, ഇപ്പൊ എനിക്ക് പറ്റത്തില്ല, ഇപ്പൊ സമയമാകത്തില്ല, യു ആർ സോ ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇഷ്ടമാണ് പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കൂടുതൽ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഇത്രത്തോളം അട്രാക്ട് ആകുന്നത്. അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് നിൽക്കുന്നത് എന്നാണ്. മേ ബി ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം. ഐ മിസ് യു. യെസ്. Angels, please guide us. I'm not bad. ഓക്കെ, ഇതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി നിങ്ങളൊരു കൈൻഡ് ഓഫ് കാർമിക് സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നുണ്ടാവുക. പക്ഷെ ഈ ഒരു പേഴ്സണ് നിങ്ങൾ വളരെയധികം ഒരു അഡിക്റ്റഡ് ആണ്, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. പക്ഷെ ഈ ഒരു എനർജിയിൽ എനിക്ക് മനസ്സിലാവുന്നത് ഈ പേഴ്സൺ എത്ര തന്നെ നിങ്ങളെ പ്ലീസ് ചെയ്താലും, എത്ര തന്നെ വരണമെന്ന് വിചാരിച്ചാലും, നിങ്ങൾ തിരിച്ചങ്ങോട്ട് പോയാലും ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുമെന്നല്ലാണ്ട് ഈ ഒരു പേഴ്സന്റെ ഇമോഷന് വളരെയധികം വ്യത്യാസം വരുന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയാൾ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടോ, ഹി ഓർ ഷീ അവരൊരു ആക്ഷൻ എടുക്കുന്നതായിട്ടോ കാണുന്നില്ല. നിങ്ങളിപ്പോ കുറെ എക്സ്പെക്ടേഷൻസുമായിട്ട് അങ്ങോട്ട് ചെല്ലും, പക്ഷെ വീണ്ടും നടന്ന കാര്യം തന്നെ പിന്നെയും റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് പിന്നെയും നടന്നുകൊണ്ടിരിക്കും എന്നതാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ആദ്യം നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ വിശ്വസിക്കാതെ അത് കാർമിക് ആണോ അതോ നിങ്ങൾക്ക് ഫേവറബിൾ ആണോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഹെഡ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുക. പിന്നെ ചില ആൾക്കാരിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കാർമിക് ആണെന്ന് അറിയാം, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് അറിയാം, പക്ഷെ എനിക്കിതിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല എന്ന്. നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ടൊരു പേഴ്സണെ വെറുത്തിട്ട് ഈ പേഴ്സൺ നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചാല് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് ആ പേഴ്സണെ നമ്മുടെ ലൈഫിൽ ഇട്ടിട്ടിട്ടിട്ട് നമ്മളെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയാമോ? ആ പേഴ്സണെ നമ്മൾ പൂർണ്ണമായി മറന്ന്, അല്ലെങ്കിൽ ആ പേഴ്സണെ ഫോർഗീവ് ചെയ്യാനുള്ള അത്രയും സ്ട്രെങ്ത് നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് നമുക്കൊരു ചാപ്റ്റർ ആണ്. കാരണം എല്ലാ വ്യക്തിയിലും നമ്മൾ എപ്പോഴും ഡിപ്പെൻഡന്റ് ആയിരിക്കാൻ പാടില്ല. നമുക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കി മാറ്റി വെക്കാൻ, ദാറ്റ് മീൻസ് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കേപ്പബിലിറ്റി ഇല്ലെങ്കിലാണ് ഈ കൈൻഡ് ഓഫ് കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത്. സോ അത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷനെ ബാലൻസ് ചെയ്യാൻ പഠിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിലെ ഒരു ലെസൺ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ കർമ്മയായിരിക്കും. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത എല്ലാവർക്കും ഇതൊരു കാർമിക് ആണെന്ന് ഞാൻ പറയുന്നില്ല. സംഭവം ചില ആൾക്കാർക്ക് അമിതമായി നമ്മളടുത്ത് സ്നേഹം വരുമ്പോൾ അവർ അമിതമായി നമ്മളെ വിഷമിപ്പിക്കും. ഓക്കെ, അത് അവരുടേതായിട്ടുള്ള ഒരു സ്വഭാവമാണ്, സ്വഭാവ രൂപീകരണത്തിന്റെ പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പക്ഷെ സൈക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്നത് നിങ്ങളുടേതായിട്ടുള്ള സ്പേസിൽ ഇരുന്ന് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടതാണ്. എനർജി ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.